കുപ്പികളെല്ലാം നിരന്നല്ലോ. ഒരു മോര് കറി ഉണ്ടോ? കട്ടത്തൈര കണ്ടോ? കട്ടത്തൈര് കട്ടത്തൈര് കട്ടത്തൈരിനകത്തോട്ട് ആദ്യം ഇച്ചിരി ഉപ്പിടണം. തൈരിനകത്തിലോട്ട് ഉപ്പിടാൻ പോകാം. പിന്നെന്താ? ഓ ശരി. അപ്പം അത് മുഴുവൻ നമ്മൾ എടുക്കുകയാണെന്ന് അർത്ഥം. ഇത് മൊത്തം എടുക്കുക. ഓക്കെ. ഉപ്പിട്ട് ഇളക്കാനാണോ? ഉപ്പിട്ടാനൊക്കെ ഉപ്പ് മാത്രമല്ല, അതുകൊണ്ടെല്ലാം എടുത്തിട്ട് കാണിക്കാം. ആദ്യം കുപ്പിയിലേക്ക് ഉപ്പിട്ടു. യെസ്. മഞ്ഞപ്പൊടി സ്ഥിരം പരിപാടി. എന്തിനും ഏതിനും വേണ്ട മഞ്ഞപ്പൊടി. പിന്നെ പിന്നെ ഇച്ചിരി ഉലുവാപ്പൊടി. ഈ ഉലുവയെല്ലാം ഇതിൽ വരുന്നോണ്ടാണ് ഇത് ഈ വയറിന് ഇത്ര സുഖം വരുന്നത്. ഉലുവ തോന്നിയിട്ടില്ല. പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് പറ്റുന്നത്. തൈര് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒട്ടും താമസം കൂടാതെ പെട്ടെന്നൊരു കറി വെക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ഇനി 2 കാന്താരി കൂടി ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട് എരിക്ക് വേണ്ടിയിട്ട്. കാന്താരി ഇച്ചിരി അരി വേണമല്ലോ. കാന്താരി ഇടിച്ചിട്ട് ഇടുക അല്ലേ? ഇങ്ങനെ ഇട്ടാൽ മതി. ഇതുണ്ട് ചതച്ചാൽ മതി. ഇങ്ങനെ പിന്നെ അറിയാതെ ആരും എടുത്ത് കടിക്കുകയും ചെയ്യരുതല്ലോ. അപ്പോൾ പിന്നെ അത് എരി കൂടിപ്പോ പിന്നെ പ്രശ്നമാകും. അപ്പോൾ എന്തൊക്കെ ഇട്ട് ഉപ്പ്, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ ഇച്ചിരി ജീരകം പൊടി ഇടണം. ഓക്കെ. ജീരകം ഇവിടെ ഇല്ലല്ലേ? അവിടെയാണോ? ജീരകം പൊടിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് ഇതിൽ നിന്ന് മാറ്റിയില്ല. കുറച്ച് മതി. ഇത്തിരി മതി. ഇത് മതി. എന്നിട്ട് ഇതങ്ങ് ഇളക്കണം. നന്നായി മിക്സ് ചെയ്യൽ. കണ്ടോ? ജീരകത്തിൻ്റെ മണമാണ് മുന്നിൽ നിൽക്കുന്നത്. ഇത് കട്ടിയായിട്ടിരിക്കുക. ഇപ്പം ഒരു ശകലം വെള്ളം കൂടെ ചേർക്കുക. ഞാൻ പച്ചവെള്ളം ചേർക്കുന്നു കുറച്ച്. ശകലം, ഒരുപാട് ചേർത്തില്ല. ഇല്ല, കണ്ടു, ഇച്ചിരി ഉള്ളൂ. കണ്ടോ? കാണുന്നു. ഇനിയും സ്റ്റൗ കത്തിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തിളയ്ക്കണം. തിളയ്ക്കാനൊന്നുമില്ല, അതിപ്പോൾ അങ്ങ് ആയിക്കോളും. ചൂടായാൽ മതി അല്ലേ? ഇപ്പം ആകും. പിന്നെ ആകെ ഇത്തിരി അല്ലേ ഉള്ളൂ. അതല്ലയോ, കുറച്ചല്ലയോ. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതന്നെ അമ്മ. വേറെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പിന്നെ ഒരു ശകലം പോരെ. അതെന്താ പാണ്ടിമുളക്? മുളക്. ഇതാ കടുകിടുക. ആദ്യം കടുകിട്ട് പൊട്ടണം. കറിവേപ്പില വേണ്ടേ അമ്മേ? വേണം. ഇതിനിപ്പം പിന്നെ ചുമന്നുള്ളിയൊന്നും ഇടണമെന്നില്ല. കറിവേപ്പില വൻ സ്ഫോടനമാണ്. അതെന്താ ഇടുന്നത്? ഇതൊരിച്ചിരി ഉലുവ. ഉലുവ പൊടിയല്ല, ഉലുവ തന്നെ അല്ലേ? ഉലുവ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ, പൊടി ഇട്ടു. അതാ ഞാൻ ചോദിച്ചത്. ഈ കുറച്ച് വെച്ചോണ്ട് ഇതിടുക. ജീരകം, പിന്നെ മുളകും മനസ്സിലായി. അതിൻ്റെ മുകളിലോട്ട് ഒരു ശകല ഒരു നിറത്തിനും ഒരു ചെറിയ ഇതിനും വേണ്ടിയിട്ട് അതങ്ങോട്ട് ഇടുക. പൊടിയിട്ടു. അതിലേക്ക് ഒഴിച്ചു. ഇതൊക്കെ എളുപ്പപ്പണികളാണ് കേട്ടോ. പെട്ടെന്ന് വേണ്ടുന്ന സമയത്ത് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് വേണ്ട സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ വിപുലമായിട്ടൊക്കെ ചെയ്യാം. വിപുലമായ മോരുകറി കൂട്ട് പിന്നാലെ വരുമ്പോഴായിരിക്കും. അത് കഷ്ണമൊക്കെ ഇട്ട് വെള്ളരിക്കായോ ഏത്തപ്പഴമോ ചേനയോ ഒക്കെ ഇട്ടിട്ട് കറി വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ വിപുലമാണ്. ഇതാ ഇതും കൂടെ ഒഴിച്ചു. കുപ്പി കഴുകി ഒഴിച്ചു, ഒട്ടും കളയാതെ. മോരുകറിയായി. റെഡി. ഇത്ര പെട്ടെന്നല്ലേ? പ്രത്യേകിച്ച് ഇതിഷ്ടമുള്ളവരാണെങ്കിൽ. സാധാരണ ഇതിന് പുളിശ്ശേരി എന്നൊക്കെ പറയുമല്ലോ. പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ അയച്ചൊന്നും വെക്കത്തില്ല. അത് കുറച്ചുകൂടെ അതാ ഈ ചടങ്ങ് വഴി ചെയ്യുന്നത് കൂടുതലായിട്ട്. ഇതിപ്പോൾ എളുപ്പപ്പണി. അടിപൊളി. ഇനി ഇത് തിളയ്ക്കരുത്. തിളയ്ക്കരുത് അല്ലേ? തിളച്ച് കഴിഞ്ഞാൽ
അങ്ങ് അയഞ്ഞു പോകും, വെള്ളമായി പോകും. ഈ സമയത്ത് നമുക്ക് വേണേൽ ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. എണ്ണയിലല്ല നോക്കണം. റെഡി, ഉണ്ട്, ഉപ്പുണ്ട്, പാകമാകും. എനിക്കിവിടെ തന്നെ കൈ പൊള്ളിക്കാതെ. കൈ പൊള്ളത്തില്ല, കൈ പൊള്ളത്തില്ല. അടിപൊളി അടിപൊളി. ഇനി ഇതിൻ്റെ സൈഡ് ഇങ്ങനെ നോക്കണം. സൈഡ് ചൂടായി വരുമ്പോൾ അറിയാം, കണ്ടോ ഇത് ഒരു അനങ്ങി വരുന്നില്ലയോ? സൈഡ് നോക്ക, തിള വരുന്നില്ലയോ? അങ്ങനെ വരുന്ന സമയത്ത് ഇനിയുണ്ടോ? ഇത്രയും മതി, ഇത്രയും മതി. ഇതങ്ങ് ഓഫ് ആക്കണം. ഇത് ഇച്ചിരി ഉലുവാപ്പൊടി കൂടാ. ഉലുവ ഇത്രയും ഇതിലേ ഉണ്ട്, അതാണ് ഇതിന്റെ വയറിനൊക്കെ സുഖം കിട്ടാനുള്ള ഒരു പ്രധാന. ഉണ്ടോ? അപ്പൊ അതും റെഡിയായി, കഴിഞ്ഞു. ഇതൊന്ന് പൊക്കി ഒഴിച്ച് കാണിച്ചേ, ഇനി അല്ലെങ്കിൽ കണ്ടില്ല എന്ന് പറയും. തീരെ അങ്ങ് വെള്ളമൊന്നും അല്ലല്ലോ, ഒഴിച്ചു കൂട്ടാൻ പാകമില്ലയോ? പിന്നെ പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്, ഞാനതാ വീണ്ടും വീണ്ടും പറയുന്നത്. അടിപൊളി. ഇനി ഒരുപാട് ചൂടാവണ്ട, ചൂടായാൽ ഉടനെ തന്നെ എടുക്കാനും കൂടെ അല്ലയോ, ഒരുപാട് വെച്ചേക്കാനും അല്ലല്ലോ. അപ്പം ഒരു 5 മിനിറ്റ് പോലും വേണ്ടാത്ത കറിയല്ലേ, പെട്ടെന്ന് വെക്കാം, എളുപ്പത്തിന്. നമുക്ക് പെട്ടെന്ന് തൈര് ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സമയം അധികം വേണ്ട. തൈര് സ്റ്റോക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ. തൈര് സ്റ്റോക്ക് വേണം, അതാണ് ഒരു കാര്യം. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മോരുകറി. എളുപ്പ മോരുകറി, നല്ല കിടിലൻ രുചിയുള്ള മോരുകറി അങ്ങനെ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായതുകൊണ്ട്. റെഡി, കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടച്ചങ്ങോട്ടൊന്ന് വെക്കാം. ഇത്ര നേരം ഇരിക്കണം അല്ലേ? ഇച്ചിരി നേരം അവിടെ ഇരുന്നോട്ടെ, ഇരുന്നാല് അതിന്റെ ഒന്നുകൂടെ രീതി. ഓക്കെ, അതാണ് പരിപാടി. കഴിഞ്ഞു. അതാണ് നമ്മുടെ മോരുകറി. ഇതാണ് നമ്മുടെ മോരുകറി. ഇതെന്താ വെച്ച പരിപാടി? അച്ഛന് കഞ്ഞിവെള്ളത്തിനകത്ത് മോരുകറി നല്ലതാണ്, വയറിന് നല്ലതാണ് കേട്ടോ. വയറിന് നല്ലതാ ഈ മോരുകറി. മോരുകറി എന്ന് പറയുന്ന സാധനം നമ്മൾ കറിയിൽ ഒഴിക്കാൻ മാത്രമുള്ളതാണ്, ചോറിനകത്ത് ഒഴിക്കാൻ മാത്രമുള്ളൂ. അല്ല, ചോറിനകത്ത് ഒഴിക്കാൻ മാത്രമുള്ള ധാരണ. ഇത് ഒരു നേരത്തെ ആഹാരത്തിന് 2 മണിക്കൂർ നിൽക്കാം. ഇതാണ് മോരുകറിയുടെ പരിപാടി കേട്ടോ. അത് ശരി. എങ്ങനുണ്ട്? അച്ഛന് വിമർശിക്കാനൊന്നുമില്ല അമ്മ മോരുകറിയെ പറ്റി. കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക അല്ലേ? അതൊന്ന് മറ്റേ വെള്ളത്തിനകത്ത് ഒഴിച്ചാൽ. സ്പൂൺ അവിടെ ഇരിക്കുന്ന സ്പൂൺ ഏതെങ്കിലും ഇടും, ഇതെടു. കഞ്ഞിവെള്ളം അല്ലേ? അതായത് എന്താ പറയുക, ദാഹശമനി മാത്രമല്ല, ഇങ്ങനെയൊക്കെയുള്ള പല കലാപരിപാടികളും ഇവിടെ ഉണ്ടാവും. എന്തൊക്കെ ഉപകാരങ്ങളല്ലേ മേ? എല്ലാ ഉപകാരവും ഉണ്ട്.